വെൽക്കം ടു അവർ ന്യൂ സ്റ്റോറീസ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കണ്ടു ഫുൾ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം, നാളെ ഞാൻ ഹോസ്റ്റലിലോട്ട് പോവുകയാണ്. അപ്പം ഇന്ന് അതിൻ്റെ പാക്കിംഗ് ഡേ ആണ്. ഇന്നലെയാണ് ഞങ്ങൾ തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങുന്ന കാര്യം അറിയുന്നത് പോലും. അപ്പം നമുക്ക് നാളെ രാവിലെ നമ്മളിവിടുന്ന് പോകും. അതുകൊണ്ട് തന്നെ ഇന്ന് ഫുള്ളൊരു പാക്കിംഗ് ഡേ ആണ്. പാക്കിംഗ് ഉണ്ട്, ഷോപ്പിംഗ് ഉണ്ട്, കുറേ കാര്യങ്ങൾ ഇനിയും പെൻഡിങ് ആണ്. പക്ഷെ ഇത് ഓർക്കാപ്പുറത്ത് വന്നൊരു മെസ്സേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും പ്രിപ്പയർഡ് അല്ല. അപ്പം ഇന്ന് പാക്ക് ചെയ്ത് നാളെ രാവിലെ ഇവിടുന്ന് പോകണമെന്നാണ് പ്ലാൻ. ഇന്നലെ ദിവസം ചെയ്തത് ജസ്റ്റ് ഈ പൊക്കാനായിട്ടുള്ള ശക്തി എനിക്കില്ല. എന്നാലും ഞാൻ നോക്കാം. അയ്യോ, ഈ സാധനം കണ്ടുണ്ടോ? ഇത് 2 എണ്ണം മാത്രമേ ഞങ്ങൾ ഇന്നലെ പാക്ക് ചെയ്തുള്ളൂ. വേറെ ഒന്നും ഞങ്ങൾ ഇന്നലെ ചെയ്തിട്ടില്ല. അപ്പം ബാക്കി ഇതെല്ലാം ഈ കിടക്കുന്ന മൊത്തവും സാധനം ഇവിടെ ഒരു പെട്ടിയുണ്ട്, കാരണം ആ പെട്ടിക്കകത്ത് നമുക്ക് ആക്കണം. എൻ്റെ റൂമിൽ കർട്ടനും കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന്. എല്ലാം ഞാൻ കൊണ്ട് അലക്കിയിട്ട്, പക്ഷേ ഭയങ്കര മഴയാണ്. അതുകൊണ്ട് അതൊക്കെ ഉണങ്ങി കിട്ടുമോ എന്നെനിക്ക് അറിയത്തില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇന്നത്തെ ദിവസം. അതിൻ്റെ കൂടെ എനിക്ക് ജസ്റ്റ് അവിടെ വലിച്ച് ഞങ്ങൾ വരെ പോവുകയും വേണം. നാളത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞങ്ങൾ അതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇനി പ്ലാൻ ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇനി ഇങ്ങനെ കിടക്കുവാണ്. ഭയങ്കര ടെൻഷനുണ്ട്, സത്യമാണ്. പിന്നെ ടൈം ടേബിളൊക്കെ വന്ന് പോയേ പറ്റൂ. ഞാൻ എന്താ പഠിക്കുന്നത് ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ ഫാഷൻ ഡിസൈനിങ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇപ്പം +2 കഴിഞ്ഞ് ഫാഷൻ ഡിസൈനിങ്ങിന് ഞാൻ തിരുവനന്തപുരത്താണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ അവിടുത്തെ പഠിത്തത്തിൻ്റെയും കാര്യങ്ങളുടെയും വ്ളോഗ് നമുക്ക് വരുന്ന വഴിയിൽ കാണും ഉറപ്പായിട്ടും. അപ്പം ഇന്നത്തെ വിശേഷം പാക്കിംഗ്. വെൽക്കം ടു യുവർ പാക്കിംഗ് വ്ളോഗ്. ഓൾറെഡി ഇൻട്രോ എടുത്തിട്ട് ഞാൻ പിന്നെ എന്ത് തേങ്ങ പറഞ്ഞ് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇത് കൊള്ളാതിരിക്കുമല്ലേ? നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് എനിക്ക് എവിടെ വെട്ടോന്ന് എനിക്ക് ഇതൊരു നാച്ചുറൽ ലൈറ്റ്, പക്ഷേ ഇത് ആർട്ടിഫിഷ്യൽ ലൈറ്റ്. ഓക്കെ, എനിക്ക് എല്ലാ ക്ലിപ്പും എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല, കാരണം എനിക്കിപ്പോഴേ കൈവേദന എടുത്ത് തുടങ്ങുന്നുണ്ട്. പിന്നെ ഉള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിന് ചാർജ് ഇല്ല. ഞാൻ രാവിലെ എണീച്ചിട്ട് ഫോൺ കുത്തിയിടാൻ മറന്നു. നോർമലി ഞാൻ രാവിലെ എനിക്ക് വാങ്ങിച്ചിരുന്ന കാര്യം ഫോൺ കുത്തിയിടലായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം ഞാനത് മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഇതിന് ചാർജ് കുറച്ച് ലോ ആണ്. അത് ഞാൻ പരമാവധി ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കും. എൻ്റെ വാചകോടി നിർത്തിയിട്ട് ഞാൻ പണിയിലോട്ട് പോട്ടെ. കാരണം ഈ കിടക്കുന്ന എല്ലാം മടക്കണം, എന്നിട്ട് പെട്ടിക്കകത്താക്കണം. അലമാരിന്ന് ഓരോന്നോരോന്ന് ഞാൻ വലിച്ചു വാരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം പോയിട്ട് വരാം. നമ്മൾ രാവിലെ ഇൻട്രോ എടുത്തിട്ട് ഞങ്ങൾ പാക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ നട്ടാപ്പാതിരാത്രിയായി. അപ്പം മീറ്റ് മൈ ചേച്ചി. പക്ഷേ എനിക്കവിടെ ലൈറ്റ് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. അവളെ കാണിക്കാൻ അവിടെ നിന്ന് കരയുന്നു. പക്ഷേ നീ ഇപ്പുറത്ത് വരണം, എനിക്ക് കൈ ഇങ്ങോട്ട് തിരിക്കാൻ പറ്റും. ഗൈസ്, ഇതാണ് എൻ്റെ ചേച്ചി. നോക്കടി, ഇത് മിഥുന. ഇവർക്ക് സ്വന്തമായ വേറെ യൂട്യൂബ് ചാനലുണ്ട്. അതിൻ്റെ പേര് എന്താണ്? 3 Idiots. ഓക്കെ, സെക്കൻഡ് വൺ എൻ്റെ അച്ചാമ്മയെ കാണിച്ചു തരാം. അവിടെ ബാക്ക്ഗ്രൗണ്ട് വരുത്തി ഒരുങ്ങുന്നുണ്ട്. അവളെ കാണിക്കാൻ പോയപ്പോൾ അവൾ കാണിക്കണ്ടെന്ന് പറഞ്ഞാണ്. അപ്പം ഇത് എൻ്റെ അച്ചാമ്മ. ഇത് എൻ്റെ ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി, അറിഞ്ഞായിരുന്നു? പോട്ടെ. ഓക്കെ, അപ്പം അവളെ കാണിക്കുന്നില്ല, അവൾ ഒരുങ്ങി തീരട്ടെ ആദ്യം. അപ്പം ഇവിടെ നമ്മുടെ പാക്കിങ് നടക്കുക, കാണുന്നുണ്ടോ? നടക്കുക. അപ്പം ഇവളെ പാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പാക്ക് ചെയ്തതാണ്. ഓക്കെ, ഒരുങ്ങി കഴിഞ്ഞ് കാണിക്കാം. ഓക്കെ, ഇത് എൻ്റെ അനിയത്തി. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ അച്ചാമ്മ. ഞങ്ങൾ 7 പേരാണ് കൊച്ചുമക്കൾ. അതിനകത്ത് 3 കൊച്ചുമക്കളാണ് ഈ നിൽക്കുന്നത്. ഒരാളുണ്ട്, ഒരു ചേച്ചികളുണ്ട്. ആ ചേച്ചി ഇപ്പം എറണാകുളത്താണ്. കേട്ടാ, എനിക്കറിയത്തില്ല കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് പാക്കിംഗ് വ്ളോഗിലോട്ട് പോവാം. എഴുതുന്നുണ്ടോ? നമ്മുടെ പാക്കിംഗ് ഏകദേശം കംപ്ലീറ്റ് ആവാറായി. കുറച്ചുകൂടെ ഉണ്ട്. നാളെ വെളുപ്പിനെ നമുക്ക് പോകണം. എന്റെ ക്യാമറമാൻ വളരെ മോശമായിട്ടാണ് വീഡിയോ, നല്ല ഡൗട്ട് ഉണ്ട്. ഞങ്ങളുടെ വെളുപ്പിന് 7 മണിയാണ്.
ചേച്ചി ഒത്തിരി കഴിഞ്ഞാൽ ഇത് അറിയത്തില്ല. ഞങ്ങൾ ക്യാമ്പിന് പോയപ്പോ അങ്ങനെ ആയിരുന്നു. എല്ലാം ഒതുക്കി ഇടിച്ചേരി കൊണ്ടു എടുത്തിട്ട് അറിയുന്നില്ല. തള്ളിയിട്ടില്ല. സൈഡ് പറയാം. ഈ സൈഡ് അവിടെ ഇതൊക്കെ കൊണ്ടുപോലെ എനിക്ക് വാങ്ങിച്ചാണോ അതൊക്കെ കൊണ്ടു കുറച്ച് സമയം എടുത്തോളൂ. ഞാൻ ഒത്തിരി സമയം കൊടുത്തില്ല. നേരെ ക്യാമറ പിടിച്ചാൽ എടുക്കാൻ പറ്റില്ല. അതായത് നമ്മുടെ പാക്കിങ് കംപ്ലീറ്റ് ആയി. പക്ഷെ എനിക്ക് എണ്ണ ഡയറക്റ്റ് കൊണ്ട് എനിക്ക് ഭയങ്കര പേടി. ഇവിടെ കാര്യം അറിയത്തില്ല കേട്ടോ. നമ്മുടെ പേന വാങ്ങിച്ചില്ല. നമ്മുടെ പാക്കിംഗ് ഓൾമോസ്റ്റ് തീർന്നു. ഓൾമോസ്റ്റ് അല്ല കംപ്ലീറ്റ് തീർന്നു. നമ്മുടെ പാക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പോവാണ്. നാളെ ഞാൻ ചുമക്കേണ്ട പെട്ടിയാണ് ഗായ്സ്. അയ്യോ അങ്ങോട്ട് വാ. ഇത് നോർമലി ഇവിടെ ഉരുട്ടിക്കൊണ്ട് നടക്കുമ്പോൾ ഇതിന് ഒട്ടും വെയിറ്റ് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഭയങ്കര ഹെവി. പിന്നെ എന്താ പറയാനുള്ള വെച്ചാ നാളെ രാവിലെ നമ്മൾ പോവേണ്ട. രാവിലെ നമ്മൾ പോവും. ഇപ്പോഴും ഞാൻ എന്തൊക്കെ എടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ 4 ദിവസത്തെ ക്ലാസ് കഴിയുമ്പോൾ ഞങ്ങളിങ്ങ് വരും. അത് കഴിഞ്ഞ് പിന്നെ മാരിക്കൊണ്ട് നമുക്ക് ഇവിടുന്ന് പോവാം. അതാ ക്ലാസ് കഴിയുമ്പോഴേ നേരെ ട്രെയിൻ കയറുക ഇങ്ങ് വരിക. അത് മാത്രമേ ഉള്ളു. അപ്പം നാളെ ഇനി രാവിലെ നമുക്ക് എണ്ണീക്കണം. എൻ്റെ ഉറക്കം വെച്ച് ഞാൻ എണ്ണീക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് രാവിലെ എണ്ണീക്കാം. അപ്പം ഗായ്സ് എല്ലാരും വാ. ഇവിടെ വാ, ഇവിടെ വാ. വാ ചാമേ വാ. അപ്പം ഗായ്സ് ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്ക് ബൈ.